പുലിപ്പല്ല് കേസിൽ വേടന്റെ മാനേജർ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കാൻ വനം വകുപ്പ്. പുലിപ്പല്ല് കൈമാറിയ രഞ്ജിത്ത് കുമ്പിടിയുടെ കാര്യത്തിൽ വ്യക്തത തേടും. വേടന്റെ ഇൻസ്റ്റഗ്രാം പേജ് കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. അതേസമയം വിവാദങ്ങൾക്കിടെ റാപ്പർ വേടന്റെ ആദ്യ ലവ് സോങ് പുറത്തിറങ്ങി. മോണോലോവ എന്നാണ് പുതിയ ഗാനത്തിന്റെ പേര്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഏതായാലും കുരുക്കുമുറുകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും വിശദമായ പരിശോധനകളും അന്വേഷണവുമാണ് നടക്കുന്നത്. ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് വനം വകുപ്പ് കടന്നിരിക്കുന്നത് ഇപ്പോൾ? ലക്ഷ്മി, എന്തായാലും വനം വകുപ്പ് വേടൻ്റെ മാനേജറുടെ അവരെ അടക്കം ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വ്യഗ്രത ഈ അന്വേഷണത്തിൽ കാണുന്നുണ്ട്. ഇതൊരു വേട്ടയാടലാണോ എന്ന് പോലും സംശയിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നലെയൊക്കെ വേടൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. കാരണം വരുന്ന ആളുകൾക്ക് എതിരെയൊക്കെ അന്വേഷണം ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാനേജറായിരുന്നു വേടന് വേണ്ടി ഓടി നടക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഉണ്ടായിരുന്നത്. ആ മാനേജറുടെ മൊഴി കൂടി എടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇതിൽ അന്വേഷണ സംഘം പറയുന്ന ഒരു പേരുണ്ട്, കുമ്പിടി എന്ന് പറയുന്ന ഒരു പേരുണ്ട്, ആ രഞ്ജിത്ത് കുമ്പിടി. ഈ രഞ്ജിത്ത് കുമ്പിടിയെ ഒരു ഘട്ടത്തിൽ പോലും വേടൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരാളെ തനിക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘമാണ് രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വേടൻ്റെ സുഹൃത്തുക്കളോട് നമ്മളിതിനെക്കുറിച്ചൊക്കെ തിരക്കിയതാണ്. അന്ന് അവർ പറയുന്നത് ഒരു ആരാധകൻ നൽകി എന്നുള്ളത് മാത്രമാണ് ഈ പുലിക്കൊമ്പ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഉദ്യോഗസ്ഥർ അവർ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, അത് പുറത്തേക്ക് വിടുന്നു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ കാര്യം നമ്മൾ പറയേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇതിലൊരു വ്യഗ്രത, വലിയ രീതിയിലുള്ളൊരു വ്യഗ്രത കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് വേടൻ്റെ ഒരു ആൽബം പുറത്തിറങ്ങിയിരിക്കുന്നത്, മോണോലോവ എന്ന് പറയുന്ന ആൽബം. അതിൽ ആ പാട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ തീവ്രമായ പാട്ടുകളാണ്. ജെൻസിയെ സംബന്ധിച്ചിടത്തോളം അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, അയ്യങ്കാളിയുടെ വാക്കുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വേടനാണ്. അവർക്ക് ജെൻസിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു വിവരങ്ങൾ നൽകിയത്.